ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള മുഖ്യമന്ത്രി പറയരുതാത്ത കാര്യമാണ്. കാരണം ജനാധിപത്യത്തിൻ്റെ രീതിശാസ്ത്രം തന്നെ പരസ്പരം ചർച്ച ചെയ്ത് മേശയ്ക്ക് ചുറ്റുമിരുന്ന് തങ്ങളുടെ ഭാഗങ്ങൾ വിശദീകരിച്ച് ധാരണയിലെത്തുക എന്നുള്ളതാണ്. രക്തരൂക്ഷിത വിപ്ലവമല്ല ഈ പറയുന്ന ജനാധിപത്യത്തിൻ്റെ ഭാഷ. ആശമാർക്ക് പറയാനുള്ളത് കേൾക്കാൻ പിണറായി വിജയൻ ധാർമ്മികമായി ബാധ്യസ്ഥനാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് ജനാധിപത്യത്തോടുള്ളൊരു വെല്ലുവിളിയായിട്ട് നമ്മൾ എടുക്കണം. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ജനാധിപത്യപരമായ ഒരു ഇടപെടൽ നടത്തേണ്ടത്. കഴിഞ്ഞ 100 ദിവസത്തിലധികമായി സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാ വർക്കേഴ്സ് ആ സമരത്തിന് കേരളത്തിൻ്റെ പിന്തുണ നേടുന്നതിനായി കഴിഞ്ഞ മാസം 5-ാം തീയതി മുതൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്നവരോട് സമരത്തിൻ്റെയോ കഴിഞ്ഞ 3 മാസമായി കേരളത്തിൽ സമരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളുടെയോ വിശദാംശങ്ങൾ പങ്കുവയ്ക്കേണ്ടതില്ല. കാരണം ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ അതിനെ പിന്തുണയ്ക്കുകയും കൂടെ നിൽക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന വിഭാഗമാണ്, സംഘടനകളാണ്, സംഘടനാ നേതാക്കളാണ്, ജനപ്രതിനിധികളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ മഹാസമ്മേളനം കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും വളരെ വലിയ സ്വീകരണത്തിലൂടെയാണ് ഈ ജാഥ കടന്നു വരുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് കേരളം അകമഴിഞ്ഞ പിന്തുണ ഈ സമരത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ്. സമരം ചെയ്യുന്നവർക്ക് കൂടുതൽ ആത്മവിശ്വാസം തരുന്ന തരത്തിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ മെയ് 5 മുതൽ ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരാഴ്ച നീണ്ടു നിന്ന കൊടും പേമാരി കേരളത്തിൽ സാധാരണ നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ഏത് സമരസംഘടനയാണെങ്കിലും സമരം ഒന്നെങ്കിൽ നിർത്തിവെക്കുകയോ അല്ലെങ്കിൽ പിരിഞ്ഞു പോവുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഒരു അണുവിട ചലിക്കാതെ ആ സമരത്തിൽ ഉറച്ചു നിന്ന ധാർമ്മികമായൊരു ബലം ഈ സമരത്തിനുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ കാണേണ്ടത്. നിരവധി ജനപ്രതിനിധികളും നേതാക്കളും ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി വേദിയിലുണ്ട്. അധ്യക്ഷൻ എന്ന നിലയിൽ ഒരു അധ്യക്ഷ പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. 2 കാര്യങ്ങൾ പ്രധാനമാണ്, നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നു. അതിലൊന്ന്, ഈ കഴിഞ്ഞ 115 ദിവസമായി വളരെ സമാധാനപൂർണമായി ത്യാഗപൂർണമായൊരു സമരത്തിനാണ് കേരളത്തിലെ സ്ത്രീകൾ, നമ്മുടെ സഹോദരിമാർ ഇപ്പോൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് ഭിന്നമായി ധാർമ്മികമായി വിജയിച്ച ഒരു പ്രസ്ഥാനമായാണ് ആശാസമരത്തെ ഞാൻ വിലയിരുത്തുന്നത്. ഡിമാൻഡ് അംഗീകരിച്ചു ഇല്ലെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ കേരളത്തിൻ്റെ മനസാക്ഷിയെ പിടിച്ചെടുക്കുവാൻ അതിൻ്റെ പിന്തുണ സ്വരൂപിക്കുന്നതിൽ വളരെയേറെ മുന്നോട്ട് പോയ അത്യപൂർവ സമരങ്ങളിലൊന്നാണ് ഇപ്പോൾ നടക്കുന്ന ആശാസമരമെന്നത് വളരെ വ്യക്തമാണ്. ഡിമാൻഡ് അംഗീകരിക്കുക എന്നുള്ളത് ഗവൺമെൻറ് കൂടി തീരുമാനിക്കണം. ആശമാരുടെ ധാർമ്മികതയല്ല പിണറായി വിജയൻ്റെ ധാർമ്മികത. അപ്പം നമുക്ക് അവിടെ കയറിയൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഡിമാൻഡ് അത് നീണ്ടു പോവുക, അതിനകത്ത് ഉത്തരവാദിത്വം ആശമാർക്കില്ല, ഗവൺമെൻറ് തീരുമാനിക്കേണ്ടത്. അത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിലെ ഭരണാധികാരി പറയരുതാത്തൊരു കാര്യം കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ആശാ സമരക്കാരുമായി ചർച്ചയില്ല എന്നാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള മുഖ്യമന്ത്രി പറയരുതാത്ത കാര്യമാണ്. കാരണം ജനാധിപത്യത്തിൻ്റെ രീതിശാസ്ത്രം തന്നെ പരസ്പരം ചർച്ച ചെയ്ത് മേശയ്ക്ക് ചുറ്റുമിരുന്ന് തങ്ങളുടെ ഭാഗങ്ങൾ വിശദീകരിച്ച് ധാരണയിലെത്തുക എന്നുള്ളതാണ്. രക്തരൂക്ഷിത വിപ്ലവമല്ല ഈ പറയുന്ന ജനാധിപത്യത്തിൻ്റെ ഭാഷ. ആശമാർക്ക് പറയാനുള്ളത് കേൾക്കാൻ പിണറായി വിജയൻ ധാർമ്മികമായി ബാധ്യസ്ഥനാണെന്നുള്ള കാര്യം മറന്നു പോകരുത്.
അത് ജനാധിപത്യത്തോടുള്ളൊരു വെല്ലുവിളിയായിട്ട് നമ്മൾ എടുക്കണം. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ജനാധിപത്യപരമായ ഒരു ഇടപെടൽ നടത്തേണ്ടത്. 3-4 പ്രാവശ്യത്തെ ഇടപെടൽ ബിന്ദു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടി വിയിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്. ചെല്ലും, അവർ വിളിക്കും, ഇവർ ചെല്ലും. അവർക്കൊന്നും പറയാനില്ല. നിങ്ങൾ സമരം നിർത്തി പൊക്കോന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഏറ്റവും മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമരത്തിൻ്റെ ഈ ധാർമ്മികമായ ഈ ഒരു ബലത്തെ നമ്മൾ വില കുറച്ച് കാണേണ്ടത്. സാധാരണ കേരളത്തിൽ നടക്കുന്ന സമരങ്ങൾ, സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ച്, അക്രമമാണ് നടക്കുന്നത്. പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കുക, ബസ്സുകൾ ആക്രമിക്കുക, യാത്രക്കാരെ തടസ്സപ്പെടുത്തുക തുടങ്ങി അതിഭീകരമായ അക്രമങ്ങളും നിരവധി കേസുകളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആശാവർക്കർമാർക്കെതിരെ കേസിൻ്റെ ഒരു സംഭവവും അവരായിട്ട് ചെയ്തിട്ടില്ല. ഇനി പോലീസ് ഒരു ഗൂഢാലോചനാപരമായി കേസെടുത്തെങ്കിലേ ഉള്ളൂ. അത്രയും സമാധാനപരമായി ഇവർ സമരം ചെയ്യുന്നത്. ഇവർക്ക് നല്ല ഉറപ്പുണ്ട് ഞങ്ങൾ പറയുന്നത് ന്യായമാണെന്നുള്ളത്. ആശമാരുടെ ഏറ്റവും വലിയ ഉറപ്പ് ഈ ഭയമില്ലായ്കയെക്കുറിച്ച് മഹാത്മാഗാന്ധി പറയുന്നൊരു കാര്യമുണ്ട്. അത് ശരീരത്തിൻ്റെ വലിപ്പമല്ല, 2 ചങ്കല്ല ഭയമില്ലായ്മയുടെ ലക്ഷണം, മറിച്ച് ഉള്ളിലെ കരുത്താണ്. നമ്മൾ പറയുന്നത് സത്യമാണ് എന്ന ഉറച്ച ബോധ്യമാണ് കരുത്ത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് ബിന്ദു. അതാണ് സമകാലിക കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമായി നമ്മളിതിനെ കാണേണ്ടത്. ഉദ്ഘാടകൻ, ബഹുമാന്യനായ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഇത് പരാജയപ്പെടുക എന്നാൽ കേരളം പരാജയപ്പെടുക എന്ന് തന്നെയാണ് അർത്ഥം. ഈ പറയുന്ന ഒരു നവോത്ഥാനത്തിൻ്റെയും തൊഴിലാളി വർഗ പോരാട്ടത്തിൻ്റെ ഒന്നും ചരിത്രം കൂടുതൽ വിളമ്പാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അതുകൊണ്ട് നമുക്കിനി തലയുയർത്തി നിൽക്കാൻ കഴിയണമെങ്കിൽ ഈ സമരം വിജയിപ്പിച്ചേ പറ്റും. ഇത്രയും നിർണായകമായ സ്വാധീനിക്കുന്ന ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്ന ബിന്ദുവിനെ കുറിച്ചൊരു വാക്ക് പറയാതെ വയ്യ. ക്ലാരിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം, വ്യക്തത എന്ന് പറയുന്നത്. ഞാനും ഇടയ്ക്കിടയ്ക്ക് ഈ ടോക്ക് ഷോയിലൊക്കെ പങ്കെടുക്കുന്നതാണ്. ഒരാളിക്ക് വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, അയാൾ എന്താ പറയുന്നത് അയാൾക്കും അറിയില്ല, കേൾക്കുന്നവർക്കും അറിയില്ല. അങ്ങനെയല്ല, ഒരു കാര്യം പറയുമ്പോൾ വ്യക്തത വേണമല്ലോ. ഞാൻ എപ്പോഴും ബിന്ദുവിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ ശ്രദ്ധിച്ചു, എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തവും ലളിതവുമായ ഭാഷയിൽ കൃത്യമായ ആർഗ്യുമെൻ്റ് ഉന്നയിക്കുമ്പം വേറെ നിങ്ങൾ തന്നെ ഡൽഹി പോയി സമരം ചെയ്യാത്തതെന്നൊക്കെ ഈ കോട്ടയിൽ ഒരു തേരാപാര നടക്കുന്ന ആൾക്കാർക്ക് ചോദിക്കുക, എന്താണ് അവിടെ നിങ്ങൾ പോയി സമരം ചെയ്യാത്തത്, അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം എന്ന് ബിന്ദു വീണ്ടും വീണ്ടും പറയും. നമുക്ക് കേട്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത്. അങ്ങനെ കേരളത്തിലെ ബഹുജനങ്ങളെ ഇക്കാര്യത്തിൽ എഡ്യൂക്കേറ്റ് ചെയ്തൊരു സമരം കൂടിയാണ് ബിന്ദു നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ തൊഴിലാളി വർഗം എന്നൊക്കെ പറയുന്നതിന് പുറത്ത് ജീവിക്കേണ്ടി വന്ന വിഭാഗമാണ് ഈ ആശാ വർക്കേഴ്സ്. അവർ തൊഴിലാളികളല്ല, നിയമപരമായി തൊഴിലാളികളല്ല, അതിന് പുറത്താണ്. അവരുടെ സമരത്തെ അംഗീകരിക്കേണ്ട കാര്യമില്ലെന്നാണ് തൊഴിലാളി വർഗത്തിൻ്റെ അപ്പോസ്തലന്മാർ പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് പണിയെടുക്കുന്നവരെ മാനിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.